ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം പറയാനുള്ള ഒരു മെന്റാലിറ്റിയിൽ പോലുമല്ല. ടോട്ടലി ഫെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ലോസ്റ്റ്. എന്താണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒരു വല്ലാത്തൊരവസ്ഥ. ഇങ്ങനെയല്ല ഒരു ടീമിനോട് തോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചരിത്രം നമ്മളെ അല്ലെങ്കിൽ എല്ലാവരും ട്രോളുന്നത് ഹിസ്റ്ററി പറഞ്ഞ് നടക്കുന്ന ക്ലബ് എന്നാണ്. ആ ഹിസ്റ്ററിയിലേക്ക് ഒരു ഏട് കൂടി എഴുതി ചേർത്ത് എന്നുള്ള പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്താണ് ഇന്നലെ അവന്മാർ കളിച്ചു കൂട്ടിയത്? എനിക്ക് ആ ഒരു മാച്ചിൽ ആകെ ഒരു നല്ല രീതിയിൽ കളിച്ചതായിട്ട് തോന്നിയത് നമ്മുടെ ഹാരി മഗ്വയറിനെ മാത്രമാണ്. മഗ്വയറിനെ മാത്രം വേണമെങ്കിൽ നമുക്ക് ഒരു അപ്രീസിയേഷൻ പോസ്റ്റ് കൊടുക്കാം, വേറെ ആരുമില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൽ എംബൂമ വന്നപ്പോൾ കുറച്ച് അറ്റാക്കിൽ കുറച്ച് കാര്യങ്ങളാണ്. അമാദിനൊക്കെ എന്താണ് പറ്റിയത്? അമാദിനൊക്കെ എന്താണ് ബാധ കയറിയത് എന്താണെന്ന് പറയില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ, ഏത് ജാതി കളിക്കാരൻ! ഇതുപോലത്തെ ഒരു പ്ലെയറിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് വേൾഡിൽ കാണാൻ പറ്റില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് എന്ന് പറയാൻ പറ്റും. ആൻഡ്രേ ഒനാന, പാണ്ടിക്കരിമ്പാറ മോന്. എന്താണ് അവനെയൊക്കെ പറയുക? വായിൽ പച്ചത്തെറി അല്ലാണ്ട് വേറെ ഒന്നും വരുന്നില്ല. അവന്റെ പണ്ട് മുതലേ അവനെ ട്രോളുന്നത് അവന്റെ ഗ്ലൗസ് വെച്ചിട്ട് ഇവിടെ 2 ഹോൾസ് ആണ്. സത്യാണത്. ഒരു ചെറുത് ഉരുണ്ട് വരുന്ന ബോള് ലാസ്റ്റ് സീസണിലേ അവനെ കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ നമ്മളെ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ ഞാൻ ഓരോ ലൈവ് ഇടുന്നേരം ഞാൻ ഒനാനെ കുറ്റം പറയുന്നേരം പല ആൾക്കാരും വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാണ് ബ്രോ ഒനാനെ ഇങ്ങനെ പറയുന്നത്? എന്തിനാണ്? അത് ഇന്നലെ ഉറക്കോ ഇനി കളി കണ്ട ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാവും അവനെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം പറയുന്നത്. അവൻ ഗോൾ കീപ്പർ തന്നെയാണ്. അവന്റെ മെന്റാലിറ്റി അതാണ്. പോട്ടെ, ഒരു പെനാൽറ്റി സേവ് ചെയ്തു, ഓക്കെ. 4ഓ 5ഓ ഷോട്ട് അവന്റെ കയ്യിൽ തട്ടിയിട്ടാണ് ഉള്ളിൽ കയറുന്നത്. അവനെന്താണ് കോരി ഇട്ട് കൊടുക്കുന്നതാണ് ഉള്ളില്. ഫസ്റ്റത്തെ ഗോള് കണ്ടോ എന്ത് സിമ്പിൾ ആയിട്ട് അത് തട്ടാം. സെക്കൻഡ് ഗോള് ആട്ടർ ബ്ലണ്ടർ മിസ്റ്റേക്ക് എന്ന് പറയാം. ഒരു ജമ്പ് ചെയ്ത് ഒരു ഗോൾ കീപ്പറിന് ആ ഒരു ബോളിന്റെ ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ അത് ജമ്പ് ചെയ്ത് പഞ്ച് ചെയ്യണം. അല്ലാണ്ട് വെറുതെ ജമ്പ് ചെയ്തിട്ട് ഇങ്ങനെ തിത്തിത്താര കളിക്കലല്ല. തിത്തിത്താര തിരുവാതിര കളിക്കുന്ന പോലെയാണ് ജമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുഷ് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ ജമ്പ് ചെയ്യാൻ പാടില്ല. ഒരുമാതിരി മറ്റേടത്തെ ഒരു കളിക്കാരൻ, ഇതുപോലത്തെ ഒരു വേസ്റ്റ്. ആ ലാമിൻസിന് വാങ്ങുമെന്ന് വിചാരിച്ചിട്ട് 2 ആഴ്ചയായി പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തിട്ട്. എന്ത് തേങ്ങയാണ് കളിച്ചു കൂട്ടുന്നതെന്ന് അറിയില്ല. അമോറിമിന്റെ ആ ഒരു ഇന്റർവ്യൂ കൂടി കണ്ടപ്പോൾ സന്തോഷം, തീരുമാനം. എനിക്ക് തോന്നുന്നില്ല പുള്ളി ഇനി മുന്നോട്ട് പോകും. മിക്കവാറും ബേൺലിയുടെ മാച്ചോടുകൂടി റെസിഗ്നേഷൻ ഇട്ട് പോകും മിക്കവാറും. അതായിരിക്കും സംഭവിക്കുക. കാരണം പുള്ളിക്കും എടുത്തു. പിന്നെ പുള്ളിനെയും നമ്മൾ അങ്ങനെ വെള്ളപൂശാനും പാടില്ല എന്നുള്ള ഒരു ഇതുണ്ട്. എനിക്ക് അമോറിം ഔട്ട് വിളിക്കുന്ന ആളല്ല ഞാൻ. അമോറിമിനെ ഔട്ട് വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഞാൻ നമ്മളെ ടെൻഹാഗിനെയൊക്കെ മൊട്ടച്ചേട്ടനെയൊക്കെ ഞാൻ കുറേ ടെൻഹാഗ് ഔട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അമോറിമിന് ടൈം കൊടുക്കേണ്ടതാണ്. പക്ഷെ ടൈം കൊടുത്തിട്ട് ഇവന്മാരിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ആ ഒരു ഫസ്റ്റ് ആർസണലിന്റെ കൂടെ കളിച്ച കളി പിന്നെ കാണുന്നേ ഇല്ല. ഒരാളെ കൂടിയും കണ്ടിട്ടില്ല. ഈ ഗ്രിപ്സ്റ്റൗൺ ആ ടീമിന്റെ പേര് പോലും വായിൽ വരുന്നില്ല. ഒരു 4th ടയറിൽ കളിക്കുന്ന ഒരു ടീമിനോട് തോൽക്കുക. 1975 ലാസ്റ്റ് നമ്മൾ അവരോട് കളിച്ചത്. എന്താ അവസ്ഥ? അവരുടെ ഹോൾ സ്ക്വാഡ് എടുത്തു കഴിഞ്ഞാൽ പോലും നമ്മുടെ ലിയോണിന് കൊടുത്ത പൈസയെ പോലും ആകുന്നുള്ളൂ. അങ്ങനെയൊക്കെ പോസ്റ്റാണ് കാണുന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മെസ്സേജ്, സുനിൽ ബ്രോ, ഗോപികൃഷ്ണൻ ബ്രോ, ആഷിഖ് ബ്രോ, എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്. താനോസ് ബ്രോ, താനോസ് എന്നാണ് പുള്ളിക്കാരൻ യൂട്യൂബിലിട്ട പേര്. എല്ലാവരും മെസ്സേജ് അയക്കും. എന്തൊരവസ്ഥയാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ സ്ട്രക്ചറിലുള്ള നമ്മളെ യുണൈറ്റഡ് ഫാൻസ്, നിഹാൽ വി കെ, നിച്ചു വി കെ നമ്മൾ വിളിക്കുക, എല്ലാരും പറയുന്നുണ്ട് അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ട്രോളാൻ പോലും ആയിരിക്കും ഇപ്പൊ തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു അധപതിച്ച അവസ്ഥയിലേക്ക് മാറി. ടോട്ടലി ഫെഡപ്പ്. വീഡിയോ ഇടാൻ തന്നെ അത് ലേറ്റ് ആയത്. പിന്നെ കുറച്ച് ഡിലേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇടാൻ തോന്നുന്നില്ല. എന്താണ് പറയുക? ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കണ്ടന്റും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാണല്ലോ. വെറുതെ വന്നിട്ട് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ലല്ലോ. എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടേ? കളിയെ കുറിച്ച് പറയാൻ ഒന്നുമില്ല. ആകെ എനിക്ക് ആ ഹാരി മഗ്വയർ മാത്രം ഒന്ന് കഷ്ടപ്പെട്ട് കളിച്ചിട്ടുണ്ട്. ആ ലാസ്റ്റ് ക്ലച്ചായിട്ട്
ഗോളിട്ട് ദ മിസ്റ്റർ ക്ലച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ 95-ാം മിനിറ്റിൽ ആ ഡിലൈറ്റും സെസ്കോവും കൂടി ഞാൻ വിചാരിച്ച് കൂട്ടപ്പൊരിച്ചിലിനുള്ള ആരെങ്കിലും ഒന്ന് അടിച്ച് ഉള്ളിൽ കയറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ ജയിച്ചിട്ടും കാര്യമില്ല. ഇങ്ങനെ തട്ടിമുട്ടി ഒരുമാതിരി കളിക്കാണ്ട് ലാസ്റ്റ് 70 മിനിറ്റ് ആയിട്ട് കളിച്ചില്ല. ലാസ്റ്റ് അല്ല 70 മിനിറ്റിന് ശേഷമായിട്ട് അതൊന്ന് കുറച്ചെങ്കിലും കളി വന്നിട്ടുണ്ടാവുക. സെസ്കോനെ പിന്നെ നമ്മൾ കുറ്റം പറയാനായില്ല, വന്നിട്ടേ ഉള്ളൂ, സെറ്റ് ആവണം. ലുക്കോറസിനെ പോലെയുള്ള ഒരു പ്ലെയർ ഒന്നല്ല, യങ് പ്ലെയർ ആണ്. പക്ഷേ ശുഭപ്രതീക്ഷയൊക്കെ മങ്ങിപ്പോയി. ഭയങ്കര പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, ഇനി ഒന്നും നടക്കൂല, ഒന്നും തോന്നുന്നില്ല. ടോട്ടലി ഫെഡപ്പ് ടോട്ടലി ഡിസ്ട്രോയിഡ്. എനിക്ക് തോന്നുന്നു വേൾഡിലെ എല്ലാ യുണൈറ്റഡ് ഫാൻസിനും നെയിം യുണൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ട്, ഒരു പുള്ളിക്കാരനുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. പുള്ളിയുടെ ഒക്കെ വീഡിയോ, പുള്ളിയൊന്നും ഒരിക്കലും അമോറിം ഔട്ട് പറയാത്ത മനുഷ്യനായിരുന്നു, വല്ലാണ്ട് പറഞ്ഞ ആളുടെ വീഡിയോ. പിന്നെ സെയ്ദ്, യുണൈറ്റഡ് സ്റ്റാൻഡ്, എല്ലാവരും മൈനുവിനെ ഇറക്കണം എന്ന് പറഞ്ഞ് മൈനു ഇറക്കി. മൈനു എന്തൊക്കെയോ കളിച്ചു കൂട്ടുന്നു. എല്ലാവരും എന്തിനാണ് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നത്? മര്യാദയ്ക്ക് കളിച്ചാൽ പോരെ അവന്മാർക്ക്. ഇനി അമോറിമിന്റെ ഫോർമേഷൻ മാറ്റാണെങ്കിൽ എന്റെ പൊന്നെ അമോറിം ഒന്ന് ഫോർമേഷൻ മാറ്റി കൊടുക്കാം അവന്മാർക്ക് ഈ 3-4-2-1 പറ്റുന്നില്ലെങ്കിൽ, അല്ല 3-4-2-1 പറ്റുന്നില്ലെങ്കിൽ ഒന്ന് മാറ്റിപ്പിടി 4-3-3-ഓ 4-4-2-ഓ 4-3-3 ഒക്കെ സുന്ദരമായിട്ട് കളിക്കാം. 4-2-3-1 അതിലും സുന്ദരമായിട്ട് കളിക്കാം. ഞാൻ കുറേ പേജിൽ കണ്ടിട്ടുണ്ടായിരുന്നു 4-2-3-1 ഫോർമേഷൻ, അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. പക്ഷെ അമോറിം മാറ്റം തോന്നില്ല. കാരണം ഓരോ മാനേജർക്ക് അവരുടേതായിട്ടുള്ള ഒരു മെന്റാലിറ്റിയും അവരുടെ ഒരു വിഷനും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കണം. പ്ലേയേഴ്സ് ആണെങ്കിൽ നമ്മുടെ മാനേജേഴ്സിന്റെ രീതിയിൽ മാറുന്നില്ല. ആസ് യൂഷ്വൽ ഇപ്പൊ സാക്ക് ചെയ്തെന്ന് തന്നെ വിചാരിക്കുക, ആരാണ് വരിക? ആരെയാണ് കൊണ്ടുവരിക? സൗത്ത് ഗേറ്റിനെയാ, ഗ്രഹാം പോട്ടറിനെയാ, അല്ലെ സിദാനൊന്നും വരുമൊന്നുമില്ല. ആരെ കൊണ്ടുവരും? തുഷേലിനെ കൊണ്ടുവരുമോ? ആരെ കൊണ്ടുവന്നാലും ഇതന്നെയല്ല അവസ്ഥ ഉണ്ടാവുക. വീണ്ടും റീബിൽഡ് എന്ന് പറഞ്ഞിട്ട് ഒന്നേന്ന് തുടങ്ങണം വീണ്ടും. നോ ഐഡിയ. എന്തായാലും നോക്കാം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല കളീനെ കുറിച്ചിട്ട്. കലാസ് ഫെഡപ്പായി പോയി. എന്തായാലും അടുത്ത ശനിയാഴ്ചയെങ്കിലും ഒന്ന് ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് സീസൺ തുടങ്ങിയിട്ട് ഒന്ന് ജയിച്ച് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. ആ ഒനാന മോനെ ഉണ്ടല്ലോ, ഇനി ആ ഭാഗത്ത് കാണാൻ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരിങ്ടന്റെ അയലത്തോന ഇതാക്കാൻ പാടില്ല. 1 കിലോമീറ്ററിന്റെ അപ്പുറത്ത് നിർത്തണം, പൊക്കോളണം എന്ന് പറയണം. ലാമൻസിനെങ്കിലും ഒന്ന് സൈൻ ചെയ്യാം, അതെങ്കിലും ഒന്ന് അല്പം ഒരു ലേശം ഉളുപ്പുണ്ടെങ്കിൽ അതെങ്കിലും ചെയ്യട്ടെ. ബൈ ഗൈസ്.